my dear students, welcome back to the new session of Python programming. In the previous class, we have studied about the basics of user-defined functions and also about arguments in user-defined function. Today, we are going to discuss about the remaining concepts about user-defined functions. Let us start with the composition of functions. A function composition is a way of combining functions such that the result of each function is passed as the argument of the next function. For example, the composition of two functions f and g is denoted as f of g of x. X is the argument of g, the result of g is passed as the argument of f, and the result of composition is the result of f. That is, ഒന്നിലധികം ഫംഗ്ഷൻസിനെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ വേറൊരു ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ റിസൾട്ടാണ് ആ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. നിങ്ങൾ മാത്സിലൊക്കെ ഇങ്ങനത്തെ ടേം കണ്ടിട്ടുണ്ടാവും. എഫും ജിയും കമ്പൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. Let us consider an example. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ഓഫ് എക്സ്, അതായത് ഡെഫ് ആഡ് ഓഫ് എക്സ് വിച്ച് മീൻസ് എക്സ് പ്ലസ് 2 ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ ഡെഫ് ഓഫ് മൾട്ടിപ്ലൈ ഓഫ് എക്സ് വിച്ച് റിട്ടേൺസ് എക്സ് സ്റ്റാർ 2. അങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ കോൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ഓഫ് ആഡ് ഓഫ് 5 എന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് ഈസ് ആഡ് ഓഫ് 5, ആദ്യം 5 എന്ന് പറഞ്ഞ പാരാമീറ്റർ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. സോ ആഡ് ഓഫ് 5 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് മൾട്ടിപ്ലൈൻ്റെ പാരാമീറ്റർ ആയിട്ട് പോയിട്ട് അത് ഇൻറ്റു 2 ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ ആഡ് ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 + 2 7 കിട്ടും. ആ കിട്ടുന്ന 7 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈക്ക് പാസ് ചെയ്യും. സോ 7 × 2 ദാറ്റ് ഈസ് 14 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വി ക്യാൻ കമ്പോസ് എനി നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവിടെ കമ്പോസ് ചെയ്തത്. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കമ്പോസ് ചെയ്യാം. അപ്പോൾ ഓരോ ഫംഗ്ഷനും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് അങ്ങനെയാണ് ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, then next term is recursion. A function that call itself is a recursive function. നിങ്ങൾ ഓൾറെഡി സിയിൽ പഠിച്ച വേർഡ് ആയിരിക്കും recursion. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം, പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷൻ ആ ഒരു ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിക്കേർസീവ് ഫംഗ്ഷൻ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിക്കേർസീവ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഡെഫ് റിക്കേഴ്സ്. റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ഈ ഫംഗ്ഷനെ തന്നെയാണ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് എ റിക്കേർസീവ് ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിക്കേർസീവ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിനുള്ള കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾ സിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ റിക്കേർസീവ് ആയിട്ട് എഴുതുന്നത്. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും റിക്കേർസീവ് ഫംഗ്ഷന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ എക്സ് സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ റിപ്പീറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് റിക്കേർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ദാറ്റ് ഈസ് പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാണ്. ഓക്കെ, സോ 3 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ എക്സിലേക്ക് പാസ് ചെയ്യും. ദെൻ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിലാണ് റിട്ടേൺ 1 എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറയുന്നത് 3 × ഫാക്ടോറിയൽ ഓഫ് 2 ആണ്. ഓക്കെ, ദെൻ വീണ്ടും ഫാക്ടോറിയൽ ഓഫ് 2 വർക്ക് ചെയ്യും. അങ്ങനെ എക്സിൻ്റെ വാല്യൂ 1 ആവുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 3യുടെ ഫാക്ടോറിയൽ കിട്ടും. ദാറ്റ് ഈസ് 3 × 2 × 1 എന്ന് പറഞ്ഞിട്ട് ആൻസർ 6 ആയിട്ട് നമുക്ക് കിട്ടും.
ഓക്കെ, നമ്മൾ ഫാക്ടോറിയൽ ആയിട്ട് 4 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 × 3 × 2 × 1 ദാറ്റ് ഈസ് അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഓരോ നമ്പറിന്റെ കേസിലും കിട്ടും. ഇതിന്റെ വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി സിയിൽ ഇതിന്റെ വർക്കിംഗ് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഓരോ നമ്പർ പാസ് ചെയ്യുന്നതിനനുസരിച്ച് ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് റിസൾട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ our recursion ends when the number reduces to 1. ഇവിടുത്തെ നമുക്കറിയാം ഈ കണ്ടീഷൻ, ഈ ഒരു റിക്കേർഷൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എപ്പോഴാണോ എക്സിന്റെ വാല്യൂ 1 ആവുന്നത് അപ്പോൾ മാത്രമാണ് ഇവിടെ റിട്ടേൺ 1 ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ x = 1 എന്ന് പറയുന്നതിനെയാണ് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏതൊരു കണ്ടീഷൻ വഴിയാണോ നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നത് ആ കണ്ടീഷനെയാണ് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എവരി റിക്കേഴ്സീവ് ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് എ ബേസ് കണ്ടീഷൻ that stops the recursion or else the function call itself infinitely. എല്ലാ റിക്കേഴ്സീവ് ഫംഗ്ഷനും ഒരു ബേസ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബേസ് കണ്ടീഷൻ ഇല്ല എങ്കിൽ ആ ഫംഗ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, അതൊരിക്കലും അവസാനിക്കില്ല. ഓക്കെ, അപ്പോൾ ബേസ് കണ്ടീഷൻ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് റിക്കേർഷൻ, എ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ്. Okay, then advantages of recursion. Recursive function make the code look clean and elegant. Okay, a complex task can be broken down into simpler sub problems using recursion. Easier to write, which then next readable. Code is easier to read and understand. Then next reduce the lines of code. It takes less lines of code to solve problem using recursion. ഇതൊക്കെയാണ് റിക്കേർഷന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളിൽ തന്നെ അറിയാം, ഒരു ഫാക്ടോറിയൽ കാണാനുള്ള ഒരു പ്രോഗ്രാമിനെ ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഇഫ് കണ്ടീഷനും എൽസ് കണ്ടീഷനും, അതിൽ ഈ എൽസിൽ ഒരു സിംഗിൾ ലൈനിലാണ് ഈ ഒരു ഫാക്ടോറിയൽ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് ഈ ഒരു കോഡ് മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ലൈൻസ്, ഒരു ഫംഗ്ഷന്റെ നമ്പർ ഓഫ് ലൈൻസ് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് റിക്കേർഷൻ വെച്ച് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ കോഡ് ഒരു നീറ്റ് ആൻഡ് എലഗന്റ് ആയിട്ട് നിൽക്കാനും ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആവാനും ഒക്കെ റിക്കേർഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then there are some disadvantages of recursion which are not all problems can be solved using recursion. എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് റിക്കേർഷൻ വെച്ചിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. Then sometimes the logic behind recursion is hard to follow through. പല സമയത്തും റിക്കേർഷൻ വെച്ച് നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് കുറച്ചധികം ഹാർഡാണ്, ബുദ്ധിമുട്ടാണ്. The recursive calls are expensive as they take up a lot of memory and time. മെമ്മറിയും ടൈമും കൂടുതൽ ഈ റിക്കേർഷൻ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നുണ്ട്. ദെൻ റിക്കേർസീവ് ഫംഗ്ഷൻസ് ആർ ഹാർഡ് ടു ഡീബഗ്. നമുക്ക് എററുകൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഡീബഗ് ചെയ്യാനായിട്ട് റിക്കേർസീവ് ഫംഗ്ഷൻസ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ദാറ്റ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിക്കേർഷൻ. ഓക്കെ, then next topic is local and global variable. നിങ്ങൾ ഓൾറെഡി സി എന്ന് പറഞ്ഞ സി പ്രോഗ്രാമിംഗിൽ കേട്ടിട്ടുണ്ടാവും. വാരിയബിൾസ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ലോക്കൽ വേരിയബിളും ഉണ്ട്, ഗ്ലോബൽ വേരിയബിളും ഉണ്ട്. ഈ വാക്കുകൾ അനുസരിച്ച് തന്നെ, ദാറ്റ് ഈസ് ലോക്കൽ ഗ്ലോബൽ എന്ന് പറഞ്ഞ വാക്കുകളുടെ മീനിങ് തന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം നിൽക്കുന്നതാണ് ലോക്കൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ. Okay, then first global variable. In Python, a variable declared outside of the function or in global scope is known as global variable. That is, നമുക്ക് പൈത്തന്റെ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം 2 സ്കോപ്പ് ഉണ്ട്. ലോക്കൽ സ്കോപ്പും ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പും ഉണ്ട്. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും അതിനെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയാം. ഫംഗ്ഷന്റെ പുറത്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും അതിനെ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയാം. അപ്പോൾ ഒരു ഗ്ലോബൽ സ്കോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിൾസിനെയാണ് ഗ്ലോബൽ variable എന്ന് പറയുന്നത്. This means that the global variable can be accessed inside or outside of the function. That is, പുറത്ത് നമ്മളൊരു ഫംഗ്ഷനെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഗ്ലോബൽ വേരിയബിളിനെ നമുക്ക് ഫംഗ്ഷന്റെ ഉള്ളിലും ഫംഗ്ഷന്റെ പുറത്തും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്ലോബൽ വേരിയബിൾ. ദാറ്റ് ഈസ് x=1. ഓക്കെ, ഇത് നമ്മളൊരു ഫംഗ്ഷന്റെ ഉള്ളിലൊന്നല്ല ക്രിയേറ്റ് ചെയ്തിരിക്കണേ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വേരിയബിളിനെ, ഈ എക്സിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഡെഫ് ഫൂ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നു.
ഓക്കെ, ദെൻ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദെൻ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. foo എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ നമുക്ക് ക്രിയേറ്റ്, ദാറ്റ് ഈസ് എക്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ഈ പുറത്തുനിന്ന്, ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷന്റെ പുറത്തുള്ള ഒരു ഗ്ലോബൽ സ്പേസിൽ നിന്നും നമ്മൾ എക്സിനെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. സോ എക്സിന്റെ ഔട്ട്സൈഡിലുള്ള വാല്യൂ നമുക്ക് 1 പറഞ്ഞിട്ട് കിട്ടും. സോ ദിസ് ഈസ് ഗ്ലോബൽ വേരിയബിൾ. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നും ആക്സസ് ചെയ്യാം. അതുപോലെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലൊന്നും അല്ലാതെ പുറത്തുനിന്നും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. Okay. Then next, local variable. A variable declared inside the function body or in the local scope is known as local variable. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ അല്ലാതെ ഫംഗ്ഷന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്തതിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതിന്റെ സ്കോപ്പ് ലോക്കൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, foo എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. y എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ലോക്കൽ എന്ന് പറയുന്ന ഒരു വാല്യൂനെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ foo എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം പ്രിന്റ് ഓഫ് y എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് എറർ. ദാറ്റ് ഈസ് ഇതാണ് എറർ വരുന്നത്. നെയിം എറർ, നെയിം y ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഇവിടെ y എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ലോക്കൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ foo എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ y ഈക്വൽ ടു ലോക്കൽ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യും. എന്നിട്ട് പ്രിന്റ് y എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫംഗ്ഷന്റെ പുറത്തുനിന്നാണ് ഈ y-യുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ y എന്ന് പറയുന്നത് ലോക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷന്റെ പുറത്ത് എവിടെയും y-നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് ഈ foo-ന്റെ ഉള്ളിൽ എവിടെയും അല്ലാതെ പുറത്ത് എവിടെയും നമുക്ക് y-നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിന്റ് y എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ. y ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എറർ വരും. അതാണ് ലോക്കൽ വേരിയബിൾ. ആ ഫംഗ്ഷൻ എവിടെയാണ്, ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വിച്ച് ഈസ് ലോക്കൽ വേരിയബിൾ. സോ ദ കോഡ് ഈസ് റീറിട്ടൺ ആസ് ദിസ്. ദാറ്റ് ഈസ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ y ഈക്വൽ ടു ലോക്കൽ എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ പ്രിന്റ് y, അതിൻ്റെ ഉള്ളിൽ തന്നെ y-നെ പ്രിന്റ് ചെയ്യാണ്. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ y-നെ പ്രിന്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. foo എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, y-ക്ക് ലോക്കലിനെ അസൈൻ ചെയ്യും. ദെൻ പ്രിന്റ് y എന്ന് പറഞ്ഞാൽ ലോക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരും. സോ ദിസ് ഈസ് ലോക്കൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷന്റെ പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്ലോബൽ വേരിയബിൾ. ആൻഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോക്കൽ വേരിയബിൾ. ലോക്കലായിട്ട് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഗ്ലോബൽ കീവേഡ്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കീവേഡ് ആണ് പൈത്തണിലെ ഗ്ലോബൽ കീവേഡ്. ദാറ്റ് ഈസ് കൺസിഡർ ദ എക്സാമ്പിൾ. c ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. പുറത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ദെൻ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ c എന്ന് പറഞ്ഞ ഈ ഗ്ലോബൽ വേരിയബിളിന്റെ വാല്യൂവിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് c ഈക്വൽ ടു c+2 എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അതിനുശേഷം ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ജനറേറ്റ് എൻ എറർ. ഓക്കെ, ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ ഒരു എറർ ആണ് കാണിക്കുക. ദാറ്റ് ഈസ് ലോക്കൽ വേരിയബിൾ c റെഫറൻസ്ഡ് ബിഫോർ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് വി ക്യാൻ ഓൺലി ആക്സസ് ദ ഗ്ലോബൽ വേരിയബിൾ ബട്ട് കാനോട്ട് മോഡിഫൈ ഇറ്റ് ഫ്രം ഇൻസൈഡ് ദ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് നമ്മളൊരു ഗ്ലോബൽ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലോബൽ വേരിയബിളിനെ നമുക്കൊരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാനേ പറ്റുള്ളൂ. ജസ്റ്റ് പ്രിന്റ് c എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ ആ വേരിയബിളിനെ ഒരിക്കലും മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് പറ്റില്ല. ദാറ്റ് ഈസ് ഒരു ഗ്ലോബൽ വേരിയബിളിനെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്താലായിട്ട് പറ്റില്ല. In Python, global keyword allows you to modify the variable outside the current scope. It is used to create a global variable and make changes to the variable in the local context. അപ്പോൾ നമുക്ക് ഗ്ലോബൽ ആയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് അതിനെ ഒരു ലോക്കലി, ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് c ഈക്വൽ ടു 0 ഒരു വേരിയബിളിനെ ഗ്ലോബൽ വേരിയബിളിനെ ഡിഫൈൻ ചെയ്തു. ദെൻ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതാണ്. അതിൽ നമുക്ക് ഈ c എന്ന് പറഞ്ഞ വാല്യൂവിനെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു യൂസ് ഗ്ലോബൽ c.
ഇതാണ് ഗ്ലോബൽ കീവേഡ്. ഗ്ലോബൽ സി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സി എന്ന് പറഞ്ഞ വാരിയബിളിനെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഈ സി ചേഞ്ച് ചെയ്ത സി എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുന്നു. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നു. സി ഈക്വൽ ടു C+2, ദാറ്റ് സി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓട്ടോമാറ്റിക്കലി അത് ഗ്ലോബൽ വേരിയബിൾ ആണ്. അപ്പോൾ സിയുടെ 0+2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ ആദ്യം പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ദെൻ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ വീണ്ടും പ്രിന്റ് ചെയ്യാണ്, സിയുടെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യാണ്. ഇത് ഗ്ലോബൽ ആണ്, അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നും ആക്സസ് ചെയ്യാം, പുറത്തുനിന്നും ആക്സസ് ചെയ്യാം. സോ അതുകൊണ്ട് പ്രിന്റ് ഇൻ മെയിൻ സി എന്ന് പറഞ്ഞാൽ അഗൈൻ ഇൻ മെയിൻ 2 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. So that is global keyword in Python. Okay. Then rules for global keyword. When we create a variable inside a function, it is local by default. ഓക്കെ, ഒരു വാരിയബിളിനെ നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും ലോക്കൽ ആയിരിക്കും. ടു ക്രിയേറ്റ് എ ഗ്ലോബൽ വാരിയബിൾ ഇൻസൈഡ് എ ഫംഗ്ഷൻ യു ക്യാൻ യൂസ് ഗ്ലോബൽ കീവേഡ്. ഒരു ഗ്ലോബൽ വാരിയബിളിനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ, ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോബൽ കീവേഡ്. അതായത് ഗ്ലോബലായി നമ്മൾ ഡിക്ലെയർ ചെയ്ത വാരിയബിളിനെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനായിട്ട്, അതായത് വീണ്ടും റീഡിഫൈൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗ്ലോബൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യേണ്ടത്. When we define a variable outside of a function, it is global by default. You don't have to use global keyword. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വാരിയബിളിനെ പുറത്ത് യൂസ് ചെയ്യാനാണെങ്കിൽ, പുറത്ത് എന്ത് മോഡിഫിക്കേഷൻസ് വരുത്താനും ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡിൻ്റെ ആവശ്യമില്ല. അതിനെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് ആവശ്യമുള്ളൂ. We use global keyword to read and write global variable inside a function. Use of global keyword outside a function has no effect. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് ഗ്ലോബൽ കീവേഡ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അത് ഫംഗ്ഷൻ്റെ പുറത്ത് ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. ഓക്കെ, then next using global and local variable in the same code. ഒരേ കോഡിൽ തന്നെ നമുക്ക് ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലോബൽ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്, പുറത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഗ്ലോബൽ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ പുതിയൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം, y ഈക്വൽ ടു ലോക്കൽ. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിളും y എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആണ്. ദെൻ എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ടു ദെൻ പ്രിന്റ് എക്സ് പ്രിന്റ് y. ഇതാണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം, ഫൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആ സമയത്ത് നമ്മൾ പ്രിന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ഗ്ലോബൽ ആണ്, ഗ്ലോബൽ ഇൻറ്റു 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ ഇൻറ്റു ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ഇൻറ്റു 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആയിട്ട് വരും, ദാറ്റ് ഈസ് 2 തവണ വരും ഗ്ലോബൽ. അതുപോലെ പ്രിന്റ് y എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വൈയുടെ വാല്യൂ ലോക്കൽ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ പ്രിന്റ് y എന്ന് പറഞ്ഞാൽ ലോക്കൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒരേ പ്രോഗ്രാമിന് തന്നെ എങ്ങനെ ഗ്ലോബൽ വാരിയബിളും ലോക്കൽ വാരിയബിളും യൂസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then next global variable and local variable with the same name. ഒരേ പേരിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ എക്സ് വൈ രണ്ട് പേരിലാണ് ഗ്ലോബലും ലോക്കലും ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ നെയിമിൽ തന്നെ നമ്മൾ ഗ്ലോബൽ വാരിയബിളിനെയും ലോക്കൽ വാരിയബിളിനെയും ക്രിയേറ്റ് ചെയ്യണം. അത് എക്സ് ഈക്വൽ ടു 5. ഡെഫിനറ്റ്ലി ഇതൊരു ഗ്ലോബൽ വാരിയബിൾ ആണ്. ദെൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ എക്സ് ഈക്വൽ ടു 10, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ലോക്കൽ വാരിയബിൾ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ എക്സിനെ ഇവിടെ ഒരു ലോക്കൽ ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസൈഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുക 10 ആയിരിക്കും, 5 അല്ല. ദാറ്റ് ഈസ് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ ലോക്കലി നമ്മൾ വിളിക്കുകയാണ്. സോ ലോക്കൽ വാരിയബിൾ ആയിട്ട് എക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സിൻ്റെ വാല്യൂ ലോക്കലി ഡിഫൈൻ ചെയ്ത വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു, ഫൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പുറത്തുനിന്നും, എക്സ് ഒരു ഗ്ലോബൽ ആയതുകൊണ്ട് നമുക്ക് എക്സിനെ പുറത്തുനിന്നും കോൾ ചെയ്യാം. അങ്ങനെ എക്സിനെ പുറത്തുനിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡിലുള്ള വാല്യൂ 5 ആയിട്ട് നമുക്ക് കിട്ടും. സോ പുറത്തുനിന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഗ്ലോബൽ വാല്യൂവിനെയും അതുപോലെ അകത്തുനിന്ന് നമ്മൾ വിളിക്കുമ്പോൾ ലോക്കൽ വാല്യൂവിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഒരേ ഫംഗ്ഷൻ, ഒരേ വാരിയബിൾ തന്നെ നമ്മൾ ഗ്ലോബലായിട്ടും ലോക്കലായിട്ടും ഡിക്ലെയർ ചെയ്യുമ്പോൾ വരുന്ന പ്രത്യേകത. ഓക്കെ, then the last topic is anonymous or lambda function. Okay, what is anonymous function?
നമുക്കറിയാം അനോണിമസ് എന്ന് പറഞ്ഞാൽ നെയിം ഇല്ലാത്തതിനെയാണ് നമ്മൾ അനോണിമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ പൈത്തൺ അനോണിമസ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് വിത്തൗട്ട് എ നെയിം. ഒരു പേരൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ കണ്ടു, നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെഫ് ആ ഫംഗ്ഷന്റെ പേര് അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഫംഗ്ഷനും പേരുണ്ടായിരുന്നു. പക്ഷെ പേരില്ലാതെ നമുക്ക് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് അനോണിമസ് ഫംഗ്ഷൻ ഓർ ലാംഡ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. While normal functions are defined using def keyword in Python, anonymous functions are defined using lambda keyword. Okay, hence anonymous functions are also called lambda functions. ഈ ലാംഡ ഫംഗ്ഷന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: ലാംഡ ആർഗ്യുമെന്റ്സ് കോളൻ എക്സ്പ്രഷൻ. നമുക്ക് ഈ ലാംഡ എന്ന് പറഞ്ഞ കീവേഡ് ആണ്, അതിനുശേഷം എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ എക്സ്പ്രഷൻ ആണ്. ഈ എക്സ്പ്രഷൻ എപ്പോഴും ഒരെണ്ണേ പാടുള്ളൂ. ലാംഡ ഫംഗ്ഷൻസ് can have any number of arguments but only one expression. The expression is evaluated and returned. Lambda functions can be used wherever functions objects are required. Okay. Then this is an example of lambda function. Here is an example of lambda function that doubles the input value. ഒരു വാല്യൂ കൊടുത്താൽ അതിനെ ഡബിൾ ചെയ്യുക, ഇൻറ്റു 2 ചെയ്യാനുള്ള ഒരു ലാംഡ ഫംഗ്ഷൻ ആണ്. സോ നമുക്കറിയാം അതിൻ്റെ സിൻടാക്സ് ലാംഡ ദെൻ ആർഗ്യുമെന്റ്സ് കോളൻ എക്സ്പ്രഷൻ. ഇവിടെ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ. സോ ലാംഡ എക്സ് കോളൻ എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ കൊടുത്ത വാല്യൂവിന്റെ ഡബിൾ ചെയ്യാണ്. സോ എക്സ് സ്റ്റാർ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സോ ഇൻ ദ എബവ് പ്രോഗ്രാം ലാംഡ എക്സ് കോളൻ എക്സ് സ്റ്റാർ 2 ഇസ് ദ ലാംഡ ഫംഗ്ഷൻ. ഇതിനെയാണ് ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സ് ആണ് നമ്മുടെ ആർഗ്യുമെന്റ് ആൻഡ് എക്സ് സ്റ്റാർ 2 ആണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷന് പ്രത്യേകിച്ച് നെയിം ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ ഫംഗ്ഷൻ ഒബ്ജക്ട് വിച്ച് ഈസ് അസൈൻഡ് ടു ദ ഐഡന്റിഫയർ ഡയബിൾ. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്, നമ്മളായിട്ട് കൊടുക്കുന്ന പേരാണ്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇതിന്റെ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിച്ച് ഈസ് നോൺ ആസ് ഡബിൾ. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിന്റ് ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടേക്ക് പോകും. ദാറ്റ് ഈസ് എന്ത് വാല്യൂ ആണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണേ ആ വാല്യൂ ഇവിടേക്ക് പോകും. ദെൻ 5 × 2 ദാറ്റ് ഈസ് 10 എന്ന് പറയുന്ന വാല്യൂ ഡബിൾക്ക് അസൈൻ ചെയ്യും. ഡബിൾ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 10 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇതാണ് ലാംഡ ഫംഗ്ഷൻ. Okay, so the term double equal to lambda x colon x star 2 is same as def double of x return x star 2. That is നമ്മുടെ സാധാരണ നോർമൽ ഫംഗ്ഷനിൽ ഇങ്ങനെ എഴുതുന്നതിന് സിമിലർ ആണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാംഡ ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഒരു ആർഗ്യുമെന്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇവിടെ ലാംഡ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, ഇവിടെ എക്സ്പ്രഷൻ ആയിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. അപ്പോൾ എത്ര എണ്ണം പാസ് ചെയ്യുന്നുണ്ടോ അതിന്റെ സം കിട്ടാനാണ്. എന്നിട്ട് അതിനെ അസൈൻ ചെയ്യാനുള്ള ഐഡന്റിഫയർ ആണ് സം. നമ്മൾ ഇവിടെ വിളിച്ച പോലെ തന്നെ സം ഓഫ് 5, 10, 15 എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് 30 എന്ന് പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ലാംഡ ഫംഗ്ഷൻ. There are some uses for lambda function. ബാക്കിയുള്ള ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ലാംഡ ഫംഗ്ഷന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. We use lambda functions when we require a nameless function for a short period of time. In Python, we generally use it as an argument to higher order function. That is, ഒരു ഫംഗ്ഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷനെ കിട്ടുന്നതിനൊക്കെയാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Then lambda functions are used along with the built-in functions like filter, map, etc. പൈത്തണിലെ built-in functions ആണ് ഫിൽറ്ററും മാപ്പും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് ലാംഡ ഫംഗ്ഷൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. Okay, so these are different concepts in user defined functions. Okay, so I am going to wind up today's session. Thank you.